നടൻ ഇന്നസെന്റ് അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. 75-ാം വയസ്സിൽ സിനിമാ ലോകത്തോടും പ്രേക്ഷകരോടും വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. കൊച്ചിയിലെ ലെക്ചർ എന്ന സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ന്യൂമോണിയ ആണ് ആരോഗ്യനില വഷളാക്കിയത്. കുറച്ചു മുന്നേ ഇന്നസെന്റ് മരിച്ചു എന്നു വ്യാജ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ക്യാൻസർ രോഗത്തെ ഇച്ഛാശക്തിയോടെ നേരിട്ട വ്യക്തിയായിട്ടായിരുന്നു ഇന്നസെന്റ് അറിയപ്പെട്ടിരുന്നത്. MP ആയിരുന്നപ്പോൾ പാർട്ടിക്ക് 4 വോട്ട് പിടിക്കാനല്ല ശ്രമിച്ചതെന്നും 5 സ്ഥലത്ത് ക്യാൻസർ പരിശോധനാ സംവിധാനങ്ങൾ സ്ഥാപിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 1972-ൽ നൃത്യശാല എന്ന ചിത്രത്തിലായിരുന്നു താരം ആദ്യമായി വേഷമിട്ടത്. വ്യത്യസ്ത വേഷങ്ങളിൽ പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ച അദ്ദേഹം 750-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. 2022-ൽ പുറത്തിറങ്ങിയ മകൾ എന്ന ചിത്രത്തിലായിരുന്നു അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. വ്യത്യസ്ത വേഷങ്ങളിൽ പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ച അദ്ദേഹം 750-ലധികം സിനിമകളിൽ അഭിനയിച്ചു. കടുകുട കാണികളെ ആർത്തു ചിരിപ്പിച്ചു രസിപ്പിച്ചിരുന്ന ഹാസ്യ നടനായും വില്ലനായും തിരശീലയിൽ നിറഞ്ഞു നിന്ന ഇന്നസെന്റ് മഴവിൽ കാവടി, പൊന്മുട്ടയിടുന്ന താറാവ്, റാംജി റാവു സ്പീക്കിംഗ്, മാന്നാർ മത്തായി സ്പീക്കിംഗ്, കിലുക്കം, ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി, നാടോടിക്കാറ്റ്, മണിച്ചിത്രത്താഴ്, കല്യാണരാമൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അനശ്വരം ചെയ്യുക.